ചില മാതാപിതാക്കളൊക്കെ പറഞ്ഞൊരു സങ്കടമുണ്ട്, ഉസ്താദേ എൻ്റെ പൊന്നുമോൻ ഉമ്മി അല്ലെങ്കിൽ വാപ്പി എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിയാവാണ്. കാരണം അവൻ്റെ വായിൽ നിന്ന് വരുന്ന വൃത്തികെട്ട വാക്കുകൾ, തള്ള എന്ന വിളികൾ, നീ എന്ന വിളികൾ, ഉമ്മാൻ അങ്ങനെ വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് കേട്ടു. യാ റബ്ബി, ചെറിയ കുഞ്ഞു മക്കൾ പോലും അങ്ങനെ വിളിക്കപ്പെടുന്നൊരവസ്ഥ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ എത്രമേൽ അപകടകരമാണ്. ആ കുടുംബത്തിൽ എന്ത് സമാധാനം ഉണ്ടാവുക? അപ്പോൾ നമുക്ക് നിങ്ങളുടെ വീടുകളിൽ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ സ്നേഹത്തോടെ ഉമ്മി വാപ്പി എന്നൊക്കെ വിളിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. സ്നേഹത്തോടെ വിളിക്കും, പേടിച്ചിട്ടല്ല. സ്നേഹത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന മക്കളായി, നിങ്ങളുടെ പിറകെ വരുന്ന മക്കളായി ആ മക്കൾ മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ശ്രദ്ധിക്കുന്നില്ല, മക്കൾ എതിരാകും. മക്കൾ നിങ്ങളെ പുറംകാലുകൊണ്ട് തട്ടും, ഉറപ്പാണ്. എഴുതി വെച്ചു നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്. ഈ ആഴ്ച 1000 രൂപ ആർക്കാണ് കിട്ടിയത് എന്ന് നമുക്കറിയണ്ടേ? വിജയം പ്രഖ്യാപിക്കണം. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ സന്താനങ്ങളാൽ ഗുണം ചെയ്യപ്പെടുന്ന മാതാപിതാക്കളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ ഓർത്ത് സങ്കടപ്പെടാത്ത മാതാപിതാക്കളെ വിരളാണെന്നേ. ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കളൊക്കെ പിടുത്തം വിട്ടു പോകാം കേട്ടോ. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ കാലഘട്ടം, ആണിന് ആണ് മതി പെണ്ണിന് പെണ്ണ് മതി എന്ന് പറയുന്ന കാലഘട്ടം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പോൾ ഈ ആദില നൂറ എന്നൊക്കെ പറയുന്ന ആ പെൺകുട്ടികളില്ലേ, നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മുടെ നിൻ്റെ മക്കളൊന്നും അങ്ങനെ പോവില്ല. അവരും അങ്ങനെ ചിന്തിച്ചിരുന്നവരാണ്. അവരുടെ മക്കൾ പഠിച്ചത് സൗദി അറേബ്യയിലാണ്, അവിടുത്തെ സ്കൂളിലാണ്, അവിടുത്തെ മദ്രസയിലാണ്. മനസ്സിലാകുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രമേൽ ഉറപ്പുള്ള മാതാപിതാക്കളുടെ മുമ്പിൽ വന്നിട്ടാണ് ആ പെൺകുട്ടികൾ പറയണത്. നൂറ പറയാം എനിക്ക് ആദിലാനെ മതി, ആദില പറയാം എനിക്ക് നൂറാനെ മതി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ മാതാപിതാക്കളുടെ മനസ്സ് എത്രത്തോളം തകർന്നിട്ടുണ്ടാവും. നമ്മുടെ മക്കളും വഴിതെറ്റിപ്പോകാൻ വലിയ താമസമൊന്നും വേണ്ടാന്നേ. ഇവിടെ മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുല്ലു മൗലൂദ് യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കണത് ശുദ്ധമായ പ്രകൃതിയിലാണ്. അവരെ നശിപ്പിക്കണത് മാതാപിതാക്കളാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. മക്കളും മാതാപിതാക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. അത് കേവലം ഒരു അധികാരത്തിൻ്റെ ബന്ധമല്ല, ഞാൻ പാപ്പ ഞാനുമ്മ, ആ ബന്ധമൊന്നുമല്ല. സ്നേഹത്തിൻ്റെ ആത്മീയ സൗന്ദര്യത്തിൻ്റെ ബന്ധമാണ് നമ്മൾ മക്കൾ തമ്മിൽ ഉണ്ടാകേണ്ടതടാ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ്. മനസ്സിൽ സ്നേഹം നിറയ്ക്കാൻ പറ്റിയ ചില സൂഫി വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈഫ് അടിപൊളിയാകാൻ ഭർത്താവ് നിങ്ങളിങ്ങനെ താങ്ങിയെടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ചില വഴികൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, ഒന്ന് കണ്ടേക്ക്. ചിലപ്പോൾ നമ്മൾ നന്നായാലോ, അതോ നമ്മളെ നന്നാക്കി തരട്ടെ. ഏതായാലും ഞാൻ ഇന്ന് 7 സാധനങ്ങൾ നിങ്ങളുടെ കൽബിൽ കൃത്യമായിട്ട് റെഡിയാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യേണ്ട 7 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് റെഡിയായ മക്കൾ നിങ്ങളുടെ പുറകെ വരുന്നേ, ഉറപ്പാണ്. ഒന്നാമത്തേതാണെന്ന് പഠിക്കാം. റെഡിയല്ലേ? ഒന്നാമത്തേത് സ്നേഹത്തിൽ മാതൃകയാകണമെന്നാണ്. അതായത് ഭയപ്പെടുത്തി അനുസരിപ്പിക്കുക എന്നുള്ളതല്ല, സ്നേഹത്തിൽ നിങ്ങൾ അനുസരിക്കണം. പേടിച്ചിട്ട് നിങ്ങൾ അനുസരിക്കണം മക്കളല്ലേ ബഹുഭൂരിഭാഗവും, അല്ലേ? വാപ്പി തല്ലും, ഉമ്മി ഒച്ചപ്പാടുണ്ടാക്കും. വാപ്പാനൊരു ഭീകരനാക്കി ചിത്രീകരിക്കണതിൽ ഉമ്മാക്ക് വലിയ റോളുണ്ട്. ചെറുപ്പത്തിൽ വാപ്പച്ചൻ വാപ്പ ഇപ്പം കയറി വേഗം അങ്ങനാക്ക്. വാപ്പാന്ന് പറഞ്ഞൊരു ഭീകര സാധനമാക്കിയിട്ട് പിള്ളേരുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഉമ്മാർ ഭയങ്കരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ നല്ലതിന് പറയണമായിരിക്കും, പക്ഷേ കുഞ്ഞിൻ്റെ മനസ്സിൽ ബാപ്പാന്ന് പറഞ്ഞാൽ ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്നുണ്ട്. അത് ഉമ്മയുടെ ജീവിതത്തിലും പ്രതിഫലിക്കൂട്ടോ. ഒരുപാട് മക്കൾ ബാപ്പയിൽ നിന്ന് അകലാനൊക്കെ ഉമ്മ കാരണമാകുന്നുണ്ട്. ഈ ഡയലോഗ് നമ്മളറിയാതെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഭയങ്കര പേടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പിള്ളേർക്ക് പേടി വേണ്ട, ഇച്ചിരെങ്കിലൊക്കെ പേടിയുണ്ടെങ്കിലല്ലേ. ഏത് പേടിയാണ് വേണ്ടത്? നമ്മൾ അടിച്ചു കൊല്ലുമോ എന്നുള്ള പേടിയാണെങ്കിൽ ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് അവരുടെ കയ്യിലേക്ക് പവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു വില ഉണ്ടാവില്ല. നിങ്ങൾ അടിക്കുമോ എന്നുള്ള പേടി ഇതുവരെ അവനുണ്ടാവുള്ളൂ. അവനൊരു ലെവലിലേക്ക് എത്തുന്നത് വരെ ആ പേടി ഉണ്ടാവുള്ളൂ. അവൻ ജോലിക്ക് പോയി അവൻ്റെ കീഴിൽ നിങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ പിന്നെ പേടിയല്ല, നിങ്ങളെ കയ്യിൽ കിട്ടണമെന്നിട്ട് അവനടിക്കും. അമ്മാതിരി കുട്ടിയായി മാറും. അപ്പോൾ പേടി വേണം. ഏത് പേടി വേണം? സ്നേഹത്തിലധിഷ്ഠിതമായ പേടി. എൻ്റെ വാപ്പിച്ചീനോട് ഞാൻ ചെയ്യണത് നന്ദികേടാവുമോ എന്നുള്ള പേടി. എൻ്റെ ഉമ്മാനെ വേദനിപ്പിച്ച പടച്ചവനോട് ഞാൻ എന്തുത്തരം പറയുമെന്നുള്ള പേടി.
അങ്ങനെയുള്ള പേടി മക്കൾക്ക് ഉണ്ടാകണമെങ്കിൽ, സ്നേഹം നിങ്ങളോട് ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ സ്നേഹം അവർക്ക് വാരിക്കോരി കൊടുക്കണം. നിങ്ങളുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യണം മക്കളെ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ വാപ്പച്ചിക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ പുറത്ത് കാണിക്കൂല. കൊണ്ട് ചില്ലിട്ട് വെച്ചോ, അലമാരിയിൽ വെക്ക്. എന്തിനാണ് ചില വാപ്പാമാർ, ചിലർ പറയുന്ന ഡയലോഗുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്നേഹം കാണിച്ച തലേ കയറും. അല്ല, കുരങ്ങിനെയാണ് നിങ്ങൾ പ്രസവിച്ചത്? അല്ലല്ലോ. നിങ്ങളുടെ മുതുകത്ത് നിന്ന് പുറത്തോട്ട് വന്നത് കുരങ്ങിൻ്റെ അങ്ങനെ വല്ലതാണോ? അല്ലല്ലോ, മനുഷ്യ കുഞ്ഞല്ലേ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക? നിങ്ങൾ സ്നേഹം കാണിക്കേണ്ട രൂപത്തിൽ സ്നേഹം കാണിച്ചോ. ആ സ്നേഹം കണ്ടാലേ അവർ യഥാർത്ഥ സ്നേഹം പഠിക്കൂ ഉറപ്പാണ്. അതിൽ അള്ളാനെ പരിചയപ്പെടുത്തുന്നതിലൊക്കെ വലിയ റോളുണ്ട്. പടച്ചോനെ തന്നെ നമ്മളൊരു ഭീകരനായിട്ടാണ് പിള്ളേരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഒരു പാമ്പിനെ കാണുമ്പോൾ നമുക്ക് എന്ത് വികാരം ഉണ്ടാവുന്നത്? പേടി. ഇതിലപ്പുറമാണ് പടച്ചോൻ എന്ന് പറയുമ്പോൾ, അള്ള ഇപ്പം നരകത്തിലിടൂട്ടെ തന്നെ, നിന്നെ പിടിച്ച് നരകത്തിലിടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അള്ളാഹ് നരകത്തിലിടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടല്ല, അള്ളാഹിനോടുള്ള സ്നേഹം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിറച്ചു കൊടുക്കുക. ആ മക്കൾ എങ്ങനെ വഴിതെറ്റാണ്? ഈ യുക്തിവാദത്തിലേക്കും ബിദ്അത്തിലേക്കൊക്കെ കുട്ടികൾ പോണതിൻ്റെ കാരണം എന്താ? അള്ളാഹിനോട് മഹബത്തില്ല, വെറും പേടി മാത്രം. ഒരുതരം ഭീകരത നിറഞ്ഞ അവസ്ഥയാണ് അള്ളാഹിൻ്റെ വിഷയത്തിൽ നമുക്കുള്ളത്. അപ്പോൾ സ്നേഹം കുഞ്ഞുങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാൻ, നല്ല സ്നേഹം പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളായിട്ട് നമ്മൾ മാറുക. എല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ആവണോടെ. മക്കളെ സ്നേഹിക്കണത് എന്തിനു വേണ്ടിയാണ്? എൻ്റേത് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഞാനാണ് മക്കളുടെ ഉടമ എന്നുള്ള ഒരു ചിന്താഗതി നമുക്കൊക്കെ വന്നു പോകുന്നുണ്ട്. ഉടമ നമ്മളല്ല, അള്ളാഹുവാണ്. പടച്ചോൻ്റെ സൃഷ്ടിയാണ് മക്കൾ. ഈ മക്കളോട് അനാവശ്യമായിട്ടൊരു ചീത്ത ഞാൻ പറഞ്ഞാൽ, അനാവശ്യമായിട്ട് ഒച്ച ഉണ്ടാക്കിയാൽ, അനാവശ്യമായിട്ട് ആ മക്കളെ ഞാൻ അടിച്ചാൽ എൻ്റെ റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. കാരണം അമാനത്തുള്ള, പടച്ചോനെ ഏൽപ്പിച്ച് തന്ന അമാനത്താണ് എൻ്റെ മക്കൾ. ആ മക്കളോട് ഞാൻ ചെയ്ത ക്രൂരതക്കൊക്കെ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. അപ്പോൾ അടിക്കണം. അത് ആർക്ക് വേണ്ടിയാകണം? അള്ളാഹ്ക്ക് വേണ്ടിയാകണം. അവിടെ അടിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ച് കൊല്ലണം എന്നൊന്നുമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്നേഹമാണ് അടിത്തറ. സ്നേഹത്തിലാണ് ഉമ്മയോടും ബാപ്പയോടും അവൻ പെരുമാറേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളവനെ സ്നേഹിക്കുന്നു എന്നവൻ തിരിച്ചറിയണം. മനസ്സിലായോ? സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയണം. അപ്പോൾ സ്നേഹത്തിൻ്റെ സ്വഭാവം എല്ലായിടത്തും ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ എടാ അങ്ങനെയൊന്നുമല്ല. പിള്ളേരെ ഒന്ന് വിളിക്കുമ്പോഴത്തേക്കും ഉമ്മി എന്താ ഓഫ് അങ്ങനെയൊന്നുമല്ല. സ്നേഹത്തോടെ പെരുമാറാൻ കഴിയണം. സ്നേഹത്തോടെ ഉമ്മീന്ന് വിളിക്കുമ്പോഴത്തേക്കും എന്താ മോനെ, നമ്മളങ്ങനെയല്ലേ പലപ്പോഴും കുഞ്ഞുങ്ങൾ നമ്മളോട് ഒച്ച ഉണ്ടാക്കാനുള്ള കാരണം എന്താ? നമ്മൾ പിള്ളേർ വിളിക്കുമ്പോൾ ഉമ്മി നമ്മളിങ്ങനെ ഫോണിൽ നോക്കി കളിച്ചിരിക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ ഫിസുമോളുടെ ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മക്കൾ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ മറുപടി കൊടുക്കുക സ്നേഹത്തോടെ. എന്താ മോനെ, ആ ഒരു സമയം ഒന്ന് മറുപടി കൊടുത്താൽ നമുക്കിപ്പോൾ എന്താ നഷ്ടപ്പെട്ടു പോകാനുള്ളത്? അതിലും വലിയ എന്ത് ഫോൺ കോളാണ്. ഇവിടെ ബാങ്ക് വിളിക്കുമ്പോൾ ആൾക്കാർ ഫോൺ ചെയ്യണം, അത് പാടില്ലാത്തതാണ് കേട്ടോ. എന്നാൽ കുഞ്ഞ് വിളിക്കുമ്പോൾ കേൾക്കണം. അപ്പോൾ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യണം. എൻ്റെ ഉമ്മയ്ക്ക് എൻ്റെ വാപ്പയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് തിരിച്ചറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അവരെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വന്ന് പറയുമ്പോൾ ആണോ പിന്നെ ഈ സംഗതി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികളൊന്ന് കുറുമ്പാണെങ്കിൽ അയ്യേ ഇതാണോ, പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അവരുടെ കൊച്ചു സന്തോഷങ്ങൾ അവർ വലിയ ആനക്കാര്യവും നമ്മളോട് പറയൂലല്ലോ. നമ്മൾ ചിന്തിക്കണ പോലെ പിള്ളേർ ചിന്തിക്കാനായോ? അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ വലിയ ഗ്ലാസ് ഡൈനിങ് സെറ്റൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് പൊട്ടിയാൽ നമുക്ക് എന്തോരം വേദന ഉണ്ടാവും. ഇതിലും വലിയ വേദനയാണ് ആ കുഞ്ഞിൻ്റെ കയ്യിലിരിക്കണ കളിക്കോപ്പുകൾ, കളിപ്പാട്ടം പൊട്ടിയാൽ. കാരണം നമ്മുടെ ഡൈനിങ് സെറ്റിനേക്കാൾ വലുതാണ് അവൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം. അപ്പോൾ കൊച്ചു കാര്യങ്ങൾ ആ കുഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ വല്ലാതെ പരിഗണിക്കുക. അവരെ കേൾക്കാൻ സമയം കണ്ടെത്തുക. കുഞ്ഞുങ്ങളോടൊപ്പം ഒന്ന് ഇരിക്കുക. എപ്പോഴും ഫോണിൽ, എപ്പോഴും ബിസിനസ്. ഇന്ന് എപ്പോഴാണോ സമയം കിട്ടണത്? ഇതിങ്ങനെ സമയമില്ലാണ്ട് ഓടുമ്പോൾ വലുതാകുമ്പോൾ പിള്ളേർക്കും തീരെ സമയം ഉണ്ടാവില്ല നമ്മളെ കേൾക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓർക്കും, അന്ന് ഞാനിച്ചിരി സമയം കണ്ടെത്തിയായിരുന്നെങ്കിൽ എൻ്റെ പിള്ളേർ എന്നെ കേട്ടേനല്ലോ പടച്ചോനെ. അന്ന് ഓർത്തിട്ട് വല്ല കാര്യമുണ്ടോ? ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ ഈ വരച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രോയിങ്ങാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മെന ഉണ്ടാവില്ല. ഇങ്ങനെ വരച്ച് അലമ്പാക്കി കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അയ്യേ എന്തുകൂട്ടി കാണിച്ചു വെച്ചേക്കണത്, മെനക്ക് വരക്കണം അങ്ങനെയൊന്നുമല്ല പറയേണ്ടത്. മാഷാ എന്ത് രസമാണ് വാപ്പിയുടെ കുഞ്ഞ് വരച്ചത് കാണാനായിട്ട്, അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് കേട്ടോ. നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്കിയ കുഞ്ഞിനെ, കുഞ്ഞ് വേറെ ലെവലിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്ന കൊച്ചു കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. സ്കൂളിലെ കഥകൾ നിങ്ങളോട് പറയാതായിട്ടുണ്ട് കുഞ്ഞുങ്ങൾ. എന്തേ കാരണം? ചെറിയ വിഷയം പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കാൻ, നിങ്ങളവനെ വഴക്ക് പറയും, നിങ്ങൾ ക്രോസ് ചെയ്യാൻ അല്ല, കേൾക്കുക, വെറുതെ കേട്ടിരിക്കുക. പിള്ളേർ പറയട്ടെ. കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ആപ്പി ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക, അതല്ല. കേൾക്കുക. പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ കണ്ണ് വിടരുന്നതും ആ ചുണ്ട് സംസാരിക്കുന്നതും ചിരിക്കുന്നതും മുഖത്തെ എക്സ്പ്രഷനും എല്ലാം ആസ്വദിക്കുക. ഇപ്പോഴാണ് നിങ്ങളുടെ ആസ്വാദനമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ.
അങ്ങനെ ഇപ്പോൾ ആസ്വദിച്ചാൽ വലുതാകുമ്പോൾ നമ്മുടെ പ്രായമായി നമ്മുടെ മുഖമൊക്കെ ചുക്കിച്ചൊളിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടാവും. ഇല്ലെങ്കിലോ കഥ കഴിഞ്ഞു. അപ്പോൾ നല്ല കേൾവിക്കാരാവുക. മൂന്നാമത്തെ എന്താണെന്നറിയോ? അവരെ ബഹുമാനിക്കുക. പിന്നെ കുഞ്ഞു പിള്ളേരെ ബഹുമാനിക്കാനായിട്ടാണ് ഇപ്പോൾ ബഹുമാനിക്കണം. വലഖദ് കറംനാ ബനി ആദം. ആദം മക്കളെ മുഴുവൻ പടച്ചോൻ ബഹുമാനിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. ആദം മക്കൾ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ വലിയ ആളായിട്ട് അങ്ങോട്ട് വരികയല്ലോ, കുഞ്ഞിനെപ്പോലും. അതിൽ കുഞ്ഞും പെട്ട് കുഞ്ഞിനെപ്പോലും ബഹുമാനിക്കണം ഇല്ലേ? അവൻ്റെ താല്പര്യത്തെ ബഹുമാനിക്കണം. എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും അയ്യേ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയൊന്നല്ല. ഇനി അത് തെറ്റായ അഭിപ്രായമാണെങ്കിൽ സ്നേഹത്തോടെ മോനെ അതിങ്ങനെ ചില പ്രശ്നങ്ങൾ അതിനുണ്ടടാ. അവൻ്റെ താല്പര്യത്തെ പരിഗണിക്കുക. കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കുന്ന ഓരോ ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു ബഹുമാനം ഇല്ലാതെ. നീ വെറും മണ്ടനാണ്, നീ വെറും പൊട്ടനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കഴുത, വെറും മന്നാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ മാതാപിതാക്കളുണ്ട്. രക്ഷപ്പെടൂ കേട്ടോ, നല്ല പണി തിരിച്ചടിക്കും. ആ മക്കളെ കൊണ്ടൊരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അവരെ ബഹുമാനിക്കുക. അവരും ബഹുമാനത്തിന് അർഹരാണ്, അവരും ആദരവിന് അർഹരാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴും ഫാത്തിമ ബീവി അടുത്തേക്ക് വരുമ്പോൾ മുത്തുനബി എണീറ്റ് നിന്നിട്ട് ഫാത്തിമ ബീവിയുടെ നെറുകയിൽ ചുംബിക്കും. നമ്മളോ ബഹുമാനിക്കാറുണ്ട് അങ്ങനെ. അതൊരു സ്നേഹത്തിനധിഷ്ഠിതമായ ബഹുമാനമാണ്. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് ഗുരു ശിഷ്യ ബന്ധമൊന്നുമല്ല, അത് സ്നേഹത്തിലധിഷ്ഠിതമായ ബഹുമാനം. കുഞ്ഞ് അവന് ഫീൽ ചെയ്യണം, എൻ്റെ വാപ്പിക്കും ഉമ്മയ്ക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന്, എന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് അവൻ തിരിച്ചറിയാം. മനസ്സിലായോ? നാലാമത്തേത് പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക, മനസ്സറിഞ്ഞ് ദ്വാരക്കുക. അള്ള തന്ന അമാനത്താണെന്നുള്ള ബോധ്യത്തിൽ പടച്ചോനെ എങ്ങനെ ദ്വാരക്കണം? യാ റബ്ബി എന്നെക്കൊണ്ട് കഴിയൂലല്ല, ഈ മക്കൾ പോണത് എവിടേക്കാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ലല്ലോ അല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എല്ലാം നിയന്ത്രിക്കുന്നവൻ നീയാണ്, ഖൈറു ഷർറൊക്കെ പടച്ചോൻ നീയാണല്ല, നീ എൻ്റെ മക്കളെ നോക്കണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതുപോലെ റബ്ബന ഹബ് ലന, ഇന്നലെ നമ്മൾ പഠിച്ചതുവാ അല്ലേ? എൻ്റെ ഇണകളെയും സന്താനങ്ങളെയും നന്നാക്കണേ അല്ല. ഈ ദുആ നിരന്തരം തഹജ്ജുദിൻ്റെ വേളയിലൊക്കെ പ്രാർത്ഥന വല്ലാത്തൊരായുധമാണ്. കൽബ് മറിക്കാൻ പോലും കാരണമാണ് പ്രാർത്ഥന. നാലാമതായി ആ കാര്യം ശ്രദ്ധിക്കുക. അഞ്ചാമത്തേത് വിനയം ഉണ്ടാവുക. നമ്മൾ വാപ്പയാണ് ഉമ്മയാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിനൊന്നും നിൽക്കരുത്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിനയത്തോടെ പെരുമാറാം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ നേതാവല്ലേ? മദീന പള്ളിയിൽ ആന കളിക്കുന്നതാരാ? ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മളാണെങ്കിലോ ഞാൻ ബിസിനസ്, അവരൊക്കെ കാണും, ഇവർ കാണും. ഇവിടെ ലോകത്തിൻ്റെ നേതാവ്, മദീനയുടെ രാജാവ് മുട്ടിലിങ്ങനെ നിന്നിട്ട് ആന കളിക്കുകയാണ് മദീനത്തെ പള്ളിയിൽ. ആരും കാണാതെ ഒളിച്ചു നിന്നിട്ടല്ല. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിങ്ങൾ താഴെ. ഇനി നിങ്ങൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സോറി പറയുക. അവർ നന്നാവും, അവർ മനസ്സിലാക്കണം ആ തെറ്റ് സംഭവിച്ച എവിടെയും നമ്മൾ തെറ്റ് സമ്മതിക്കണം. അല്ലാതെ പിള്ളേരുടെ മുമ്പിൽ അങ്ങനെയാണോ, ശരി ശരി, അത് അങ്ങനെയല്ല, എന്നാലും ഞാൻ പറഞ്ഞതിൽ ശരിയുണ്ട്, അങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിനയാന്യതരാവുക. അഹങ്കരിക്കുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല. അങ്ങനെ അഹങ്കരിച്ചാൽ നിങ്ങളോട് അഹങ്കാരം കാണിക്കണം മക്കളായി അവർ മാറും. നിങ്ങളിൽ നിന്നവർ വിനയം പഠിക്കട്ടെ, ലാളിത്യം പഠിക്കട്ടെ, നല്ല സ്വഭാവം പഠിക്കട്ടെ. മനസ്സിലായോ? ആറാമത്തേത് തെറ്റിയതിൽ പുറത്തു കൊടുക്കാം. തെറ്റിയാത്ത മനുഷ്യന്മാരാരാന്നേ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പുറത്തു കൊടുത്ത് ശീലിക്കുക. ശിക്ഷിക്കുന്നതിലേറെ ശിക്ഷയൊക്കെ പിന്നീട് വരാം, ആദ്യം പുറത്തു കൊടുക്കുക, പൊറുക്കാൻ ശീലിക്കുക. കുഞ്ഞുമക്കളിൽ നിന്ന്, നമ്മുടെ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണുമ്പോഴേ കടിയും ഇടിയും ബഹളമൊക്കെ ആക്കിയിട്ട് ആകെ കച്ചറയൊക്കെ. കുഞ്ഞു മക്കളോട് പോലും ക്രൂരത കാണിക്കണ മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഐറ്റമൊന്നുമല്ല മക്കൾ, അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും. അവരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്ത് ചേർത്ത് പിടിച്ച് നന്നാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ശിക്ഷിക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചാൽ അവർ നന്നായിക്കോളും. ചില ഉമ്മമാരുണ്ട് ഓടുക്കഥേടങ്ങേറുണ്ടാക്കാനായിട്ട് ഉണ്ടായേക്കണത്. എൻ്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടി നീ. ഈ ജാതി ക്ലീഷേ ഡയലോഗുകളൊക്കെ ആയിട്ട് കുറേ ഉമ്മമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിളി പോയ അവസ്ഥയിലെത്തുമ്പോൾ ഈ പിള്ളേർ അതേപോലെ പറയണ ഒരു കാര്യമുണ്ട്, എൻ്റെയൊക്കെ തള്ളയായിട്ട് വന്നല്ല നിങ്ങൾ, എന്നെ വേറെ വല്ല വീട്ടിലും ജനിപ്പിച്ചുകൂടായിരുന്നു പടച്ചോനെ. കമാത്ത ദീനുത്തുതാൻ. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, നല്ല പണിയിൽ കിട്ടും, 8ൻ്റെ പണിയായിട്ട് കിട്ടും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾ കുടുംബക്കാർക്ക് മുഴുവൻ അയച്ചു കൊടുക്കണം കേട്ടോ. ഒരാളെങ്കിലും നന്നായാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അള്ളാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. മനസ്സിലായോ? അപ്പോൾ തെറ്റ് ചെയ്താൽ, തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കണതിന് പകരം, ശപിക്കണതിന് പകരം, ദേഷ്യപ്പെടുന്നതിന് പകരം പുറത്തു കൊടുക്കുക. പോട്ടെ സാരല്ല, നമുക്ക് ശരിയാക്കാടത്. അങ്ങനെ പറയുന്ന ആളുകളായി മാറണം. ശിക്ഷിക്കേണ്ട ഘട്ടം വരുമ്പോൾ സ്നേഹത്തോടെയുള്ള ശിക്ഷണവും, അതും സ്നേഹത്തിൻ്റെ ഭാഗമാണെന്ന് കുഞ്ഞുങ്ങൾ തിരിച്ചറിയണമെങ്കിൽ സ്നേഹം നിങ്ങളിൽ നിന്ന് ഫീൽ ചെയ്യുന്ന മക്കളാകണം. ഇത് ഒച്ചപ്പാടും ബഹളമാണ്. എപ്പോഴെങ്കിലും ഈ വാപ്പിയുടെ ഉമ്മയുടെ ഇടയിൽ നിന്ന് എനിക്ക് മടുത്ത് ഞാൻ എങ്ങടെങ്കിലും ഇറങ്ങിപ്പോവെന്നാണ്.
അങ്ങനെയാണ് ഈ അവിഹിത ബന്ധങ്ങളിൽ പോയി കുട്ടികൾ പെടുന്നത്, കുറേ ഹറാമായ ബന്ധങ്ങളിലൊക്കെ പോയി പെട്ടുപോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഏഴാമത്തേത് ആത്മീയമായ ശിക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ദീൻ കൊടുക്കുക, നിർബന്ധിച്ചിട്ടൊന്നുമല്ല, അവരിൽ സ്നേഹത്തോടെ ആ ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സൗന്ദര്യം കാണിച്ചു കൊടുക്കുക, അല്ലേ? ഒരുമിച്ച് ഫുഡ് കഴിക്കുക, എന്നിട്ട് ഭാര്യയുടെ വായിലേക്ക് വാപ്പ വാരി വെച്ച് കൊടുക്കുക, എന്നിട്ട് പറയണം ഇത് മുത്തുനബിയുടെ സുന്നത്താണ്, കണ്ട അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വായിലേക്ക് വാരി വെച്ച് കൊടുക്കണത്. അപ്പോൾ ഉമ്മീനെ സ്നേഹിക്കണം. നമ്മൾ കാണിച്ചു കൊടുത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ദുആ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഒരുമിച്ചിരുന്ന് ആത്മീയമായ മജ്ലിസുകൾ സംഘടിപ്പിക്കുക, സ്വലാത്തിയല്ല, മൗലിദിയല്ല, ഒരുമിച്ച് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. എന്തൊരു ആനന്ദമാണെന്നറിയോ അതിനെ. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് അവർ കണ്ടുപഠിക്കണം അതിൻ്റെ സൗന്ദര്യം. സത്യം പറയാം, കള്ളത്തരം പറയരുത് കുട്ടികളുടെ മുമ്പിൽ, സത്യം പറയാം. അതുപോലെ തന്നെ കാരുണ്യം, നിങ്ങൾ മറ്റൊരാളെ സഹായിക്കണത്, ചേർത്ത് പിടിക്കണത്, നിങ്ങളിൽ നിന്ന് ആ സ്വഭാവം കുട്ടികൾ പഠിച്ചാൽ നിങ്ങളോട് അവർ കരുണ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളാദ്യം, അതാണ് റബ്ബന ഹബലനാ മിൻ അസ്വാജിനാ വ ദുർരിയാത്തിനാ ഖുർറത അയുൻ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. എൻ്റെ ഇണകളെയും മക്കളെയും എൻ്റെ കൺകുളിർമയാക്കണേ എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ പറയണത് എന്താ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ ആദ്യം നന്നാക്കണേ എന്നാണ്. ആരെ? വാപ്പാനും ഉമ്മാനെ ആദ്യം നന്നാക്കണേ. വാപ്പായും ഉമ്മായും നന്നായാലേ മക്കൾ കൺകുളിർമയുള്ളവരാകൂ, ഇല്ലെങ്കിൽ കണ്ണടിച്ച് പൊട്ടിക്കണ മക്കളായി പോകും. അങ്ങനെ എത്ര അനുഭവങ്ങൾ നമുക്കിടയിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ചെറുപ്പം മുതലേ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്താൽ, നിങ്ങളെ നോക്കൽ കടമയാണ് എന്ന് കരുതിയിട്ട് അവർ നോക്കൂല. നിങ്ങളെ നോക്കുക എന്നുള്ളത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഗതിയായിട്ട് മാറും. എൻ്റെ റബ്ബിനെ സ്നേഹിക്കണമെങ്കിൽ, എൻ്റെ റബ്ബെന്നെ സ്നേഹിക്കണമെങ്കിൽ, എൻ്റെ റബ്ബെനിക്ക് തന്ന വാപ്പാനെയും ഉമ്മാനെയും ഞാൻ ചേർത്ത് പിടിക്കണം, അവരിലൂടെയേ എൻ്റെ റബ്ബിനെ എനിക്ക് ആസ്വദിക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മുടെ മക്കൾ മാറും. ഉറപ്പാണ്, എഴുതി വെച്ചു. ഇല്ലെങ്കിൽ നമ്മൾ പെടും കേട്ടോ. അപ്പോൾ ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല എല്ലാവരും നമുക്കറിയുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും, ഒരു 10 ഗ്രൂപ്പിലേക്കെങ്കിലും ഒരാൾ ഷെയർ ചെയ്ത് കൊടുക്കണം. റെഡിയല്ലേ? അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം, മിനിയാന്ന് ചോദിച്ചെന്താ, ഉസ്മാനി ഖിലാഫത്തിലെ ആദ്യത്തെ സുൽത്താൻ ആരാണ്? അത് ഉസ്മാൻ ഒന്നാമനാണ്. ചിലർ വിചാരിച്ചത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണെന്ന്. അല്ലാട്ടോ, അത് നമ്മുടെ ഖുലഫാ ഉർ റാഷിദീങ്ങളിൽപ്പെട്ടവരാണ്. ഇത് ഉസ്മാനി ഖിലാഫത്തിലെ ഒന്നാമത്തെ രാജാവാരാണ്. അത് ഉസ്മാൻ ഒന്നാമനാണ്. അവസാനത്തെ സുൽത്താൻ ആരാണെന്നാണ് ഇന്നലെ നമ്മൾ ചോദിച്ചത്. അത് മെഹമ്മദ് ആറാമനാണ്. അബ്ദുൽ മജീദ് എന്നൊക്കെ പറയുന്നത് സുൽത്താൻമാരല്ല, അവർക്ക് കീഴെയുള്ള ഖലീഫമാരായിരുന്നു. അവസാനത്തെ സുൽത്താൻ മെഹമ്മദ് ആറാമനാണ്. കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഈ ആഴ്ചയിലെ വിജയം ഒന്ന് നോക്കട്ടെ. അഡ്മിൻസ് വേഗാവട്ടെ. മാഷാ അല്ലാ, ആരാണ്? ആരിഫ് ലൈല 578. മാഷാ അല്ലാ, കൺഗ്രാജുലേഷൻ ആരിഫ്. അള്ളാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകട്ടെ. അപ്പോൾ നമ്മുടെ താഴെ റിലീഫ് പദ്ധതിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ അതിലേക്ക് ഹദിയ ചെയ്യണം കേട്ടോ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണവർ നമ്മുടെ ഹദിയം കാത്തിരിപ്പുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ അള്ളാഹ് നമ്മളെ ചേർത്ത് പിടിക്കൂലേ, നമ്മുടെ കണ്ണീരത് തുടച്ചു തരുമല്ലേ. അപ്പോൾ ഈ കാണുന്ന 2ാമത്തെ നമ്പറിലേക്ക് ആരിഫ് ലൈല നിങ്ങൾ കമൻറ്റ് ചെയ്ത കമൻറ്റിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക. നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്ക് ഇന്ന് പൈസ വന്നെത്തുന്നതായിരിക്കും, സമ്മാനം വന്നെത്തുന്നതായിരിക്കും. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ബാക്കിയുള്ളവർ സങ്കടപ്പെടേണ്ട. നമുക്കപ്പോൾ അടുത്ത ആഴ്ച അടുത്ത വിജയിയെ തിരഞ്ഞെടുക്കണം. അപ്പോൾ 1000 രൂപ സമ്മാനത്തിനുള്ള ഇന്നത്തെ ചോദ്യം, ഉസ്മാനി ഖിലാഫത്ത് അവസാനിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഏത് വർഷമാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവൻ, ഈ സദസ്സിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്. പലരുടെയും കയ്യിലുണ്ടായിട്ടല്ല അല്ലാ, എന്നാലും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളെ നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ നീ തരുമെന്ന ബോധ്യത്തിൽ കൊടുക്കുന്നവരാണ് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാവരുടെയും പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്നത് ഒരുപാട് മുറാദുകളോടെയാണ്. എല്ലാ മുറാദും ഹാസുലാക്കണേ അല്ലാ. വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ഇണകളെ കാത്തിരുന്ന് കിട്ടാത്തവർ, കല്യാണം നടക്കാത്തവർ, വീട് പടച്ചവനെ ഹൈറായൊരു വീട് നൽകണേ അല്ലാ. അങ്ങനെ തുടങ്ങി എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നീ ഹൈറാക്കി നടപ്പിലാക്കണേ അല്ലാ.
യാ റബ്ബന എല്ലാ പൈശാചികതകളിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന് കാവലേകണയല്ല. കടങ്ങൾ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഉള്ള മക്കളെ നന്നാക്കണയല്ല. ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണയല്ല. ആബിദീങ്ങളും മുത്തഖീങ്ങളും ആക്കണയല്ല. ഞങ്ങൾ മരിച്ചാൽ ദ്വാരക്കണ മക്കളാക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പടച്ചവനെ ഖബർ വെളിച്ചമാക്കി കൊടുക്കണയല്ല. യാ റബ്ബി, ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരുപാട് പേർ അസുഖബാധിതരാണ്. ഞരമ്പ് സംബന്ധമായ രോഗമുള്ളൊരു ഉമ്മയുണ്ടെന്ന് പറഞ്ഞവർ, അങ്ങനെ തുടങ്ങി പല രോഗങ്ങളും അനുഭവിക്കുന്നവർ എല്ലാവർക്കും സൗഖ്യം നൽകണയല്ല. ഞങ്ങളാരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. പലരും ഉംറക്ക് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട്, ഹജ്ജിന് പോകാൻ കാത്തിരിക്കുന്നവരുണ്ട്. റാഹത്തിലാക്കണയല്ല. അമലുകളെല്ലാം പൂർണ്ണമായി ചെയ്യാൻ നീ തൗഫീക്ക് നൽകണയല്ല. വിദൂരമല്ലാത്ത ഭാവിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ ഏറ്റെടുക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.